Meet the editors. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ ഒന്നാം ഘട്ടം നടന്നിരിക്കുകയാണ്. നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് അല്ലേ പ്രധാനമാണ്, തമിഴ്നാട്ടിലെ. ഇത് രണ്ടു കൂട്ടർക്കും പ്രധാനമായ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. ആ നിർണായകമായ ഘട്ടത്തിൽ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ എന്ത് സംഭവിക്കുന്നതെന്നൊരു ചോദ്യം ഉയരുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായി രാഹുൽ ഗാന്ധിക്ക് ഇന്ന് മറുപടി പിണറായി വിജയൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഷയും രീതിയൊക്കെ മാറുകയാണ്. നോക്കൂ സ്മൃതി, ഇപ്പോൾ 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്ന സമയത്ത് അന്ന് CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ വിളിച്ചത് അമൂൽ പുത്രൻ എന്നാണ്. പിന്നീട് ആ വാക്കെടുത്തുകൊണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ അന്നത് വലിയ ചർച്ചയാക്കുകയും ചെയ്തു. അമൂൽ ബേബി എന്ന് VS അച്യുതാനന്ദനെ പോലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് വടക്കേ ഇന്ത്യയിൽ അത് വലിയ പ്രചാരണത്തിന് വഴിവെച്ചത്. 2019 അമൂൽ പുത്രൻ എന്ന് രാഹുൽ ഗാന്ധിയെ വിളിക്കുമ്പോൾ 2019 എന്തായിരുന്നു കേരളത്തിൽ നിന്നുണ്ടായ റിസൾട്ട്? 19 സീറ്റുകളാണ് UDF വിജയിച്ചു വന്നത്. ഒരു സീറ്റ് മാത്രമാണ് LDF വിജയിച്ചത്. അപ്പോൾ ആ ഒരു അനുഭവം LDF-ന് മുമ്പിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അനുഭവം അവർ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കൽ കൈപൊള്ളിയ അനുഭവം LDF-നുണ്ട്. ഇനി VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്ക് തന്നെയാണോ അതോ പിണറായി വിജയൻ മറ്റെന്തെങ്കിലുമാണോ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പപ്പു എന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് VD സതീശൻ ആരോപിക്കുന്നത്. പപ്പു എന്ന പ്രയോഗം ആണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. നോക്കൂ, പപ്പു എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് BJP ആണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ 2013 അന്ന് അമിത്ഷാ 2013 ഒക്ടോബറിൽ ഒരു വലിയ റാലിയിൽ വെച്ച് പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത് പപ്പുവിൻ്റെ ജന്മാവകാശമല്ല എന്നാണ്. അപ്പോൾ പപ്പു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. അമിത്ഷാ പ്രഖ്യാപനം നടത്തിയതോടുകൂടി പിന്നെ BJP-യുടെ IT സെൽ അതങ്ങ് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് ഗൂഗിളിൽ പോയി നിങ്ങൾ പപ്പു എന്ന് സെർച്ച് ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ പടം വരുന്നൊരവസ്ഥയാണ്. ആ രീതിയിൽ പപ്പു എന്ന പ്രയോഗം രാജ്യത്തുടനീളം പ്രചരിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നടത്തിയത് രാജ്യത്താകമാനം BJP-ആണ്. 2014 അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി. എന്നാൽ 2019 അത്ര കാര്യമായി ആ പ്രയോഗം BJP മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് കാണാം. 2024 ഒട്ടും തന്നെയില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പ്രചാരണ വേളയിൽ പപ്പു എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു നേതാവിനെ പോലും BJP-യിൽ നമുക്ക് കാണാൻ കഴിയില്ല. പല തരത്തിലുള്ള വാഗ്വാദങ്ങൾ BJP-യുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കും മോഡിക്കും ഇടയിലും രാഹുൽ ഗാന്ധിക്കും അമിത്ഷായ്ക്കും ഇടയിലും നടന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഫൈനലിൽ വെച്ചിട്ട് അപശകുനം എന്ന് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചു. തൊട്ടു പിന്നാലെ എന്താണ് അമിത്ഷാ പറഞ്ഞത്? രാജ്യത്തെ രാഹുവും കേതുവും ബാധിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് BJP ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ സ്യൂട്ട് ബൂട്ട് സർക്കാരാണ് നരേന്ദ്രമോദിയുടേത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ മോഡിക്കും രാഹുൽ ഗാന്ധിക്കും ഇടയിലും അമിത്ഷയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഇടയിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. അതൊന്നും നമ്മളിവിടെ കേരളത്തിൽ പിൻപറ്റിയിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അൺഫോർച്ചുനേറ്റ് എന്ന് തന്നെ പറയട്ടെ. കാരണം വെച്ചാൽ വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന, അതായത് മതേതര ജനാധിപത്യവാദികൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന രണ്ട് പാർട്ടികളാണ് കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷവും എന്ന് പറയുന്നത്. അതിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. CPM-നെ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമെന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം. പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും പരിചയം കൊണ്ടും ഒക്കെ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയേക്കാളും സേയുള്ള, അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും ബഹുമാന്യനായ CPM-ൻ്റെ നേതാവ് എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ പിണറായി വിജയനാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയനും രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഈ രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് ഇന്ത്യ മുന്നണിക്ക് ഭൂഷണമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇരു പാർട്ടികളും നിർവഹിക്കേണ്ട ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് രണ്ടു പാർട്ടിക്കും ഗുണകരമല്ല എന്ന് മാത്രവുമല്ല, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഈ പപ്പു എന്ന് പറയുന്ന വിവാദത്തെ വളരെ വേഗത്തിൽ ഇത് BJP-ക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2019 ശേഷം രാഹുൽ ഗാന്ധി എന്ന ലീഡറുടെ ഒരു വളർച്ച ഇന്ത്യ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇന്ത്യ വളരെ പക്വമതിയായ ഒരു നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അതൊരു ഇമേജ് മേക്ക് ഓവർ തന്നെയായിരുന്നു. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നത്, ഏതാണ്ട് 4000 കിലോമീറ്റർ സഞ്ചരിച്ച് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ശ്രീനഗറിൽ പോയി രാജ്യത്തിൻ്റെ പതാക ഉയർത്തി അവസാനിപ്പിക്കുന്ന ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത്
പറയുന്നത് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഇമേജ് മേക്ക് ഓവർ കൂടിയായിരുന്നു. അദ്ദേഹം അന്ന് താടിയൊക്കെ വെച്ച് നടത്തിയിട്ടുള്ള ആ ഒരു ചില വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ ചിത്രങ്ങളും ഒക്കെ തന്നെ വളരെ എന്താ പറയുക, ജനങ്ങളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം എന്താ, നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല. അദ്ദേഹം G20-യിൽ ചെയർമാനായിട്ടിരിക്കുന്നു. അദ്ദേഹം കാനഡയുമായിട്ടും US-ഉമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ, രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ, രാജ്യത്ത് മറ്റു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനൊന്നും അഭിസംബോധന ചെയ്യാത്ത, ജനങ്ങളെ കേൾക്കാത്ത ഒരു നേതാവ് മാത്രമായിട്ട്, പിന്നെ അദ്ദേഹം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു സെറമണീസിൽ വന്ന് പങ്കെടുക്കുന്ന ഒരു നേതാവായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഒരു ജനകീയ നേതാവായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ആ പ്രതിച്ഛായയിലാണ് 2024 എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് പഴയ BJP-യുടെ പ്രയോഗം പിൻപറ്റിക്കൊണ്ടൊരു ആക്ഷേപം പിണറായി വിജയനെ പോലെ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഈ അവസരത്തിൽ നടത്തുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ഞാൻ ഇന്നലെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്നുള്ള നിലപാടാണ് എനിക്കുണ്ടായിരുന്നത്. അത് ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ട ഒരു നിലപാടല്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഉന്നതനായൊരു നേതാവ്, CPM-ന്റെ പിണറായി വിജയനെ പോലെ ഉന്നതനായൊരു നേതാവിനെ വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പിൽ ആക്രമിച്ചുകൂടാ. അത് കൊടുക്കുന്ന സന്ദേശം നല്ലതല്ല. തിരിച്ച് ഇന്ന് പിണറായി വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ആ രാഷ്ട്രീയ സന്ദർഭത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കാനും സംസാരിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിയണം, പിണറായി വിജയനും കഴിയണം. അത് രണ്ടും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന അപകടകരമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആദ്യത്തെ കമന്റ് അവസാനിപ്പിക്കാം. നോക്കൂ, ഇപ്പം വന്നിരിക്കുന്ന കാര്യം എന്താ, പിണറായി വിജയൻ ഇവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെ പെട്ടെന്ന് ഇത് കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പപ്പു എന്നുള്ള പ്രയോഗമാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് VD സതീശൻ തന്നെ വാർത്താസമ്മേളനം നടത്തി പറയുന്നു. ഈ പപ്പു എന്നുള്ള പ്രയോഗം എന്ന് പറയുന്നത് നരേന്ദ്രമോദി നടത്തുന്ന പ്രയോഗമാണെന്നും അല്ലെങ്കിൽ BJP നേതൃത്വം നടത്തുന്ന പ്രയോഗമാണെന്നും ആ പ്രയോഗം വഴി യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തോളത്ത് കൈയിട്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ തോളത്താണ് കൈയിട്ടിരിക്കുന്നതെന്ന് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് അല്ലെങ്കിൽ തന്നെ ഇന്നിപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിരുദ്ധ ആയുധം എന്ന് പറയുന്നത് ലാവ്ലിൻ കേസിൽ, ലൈഫ് മിഷൻ കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ, എക്സാലോജി കേസിൽ, കരുവന്നൂർ കേസിൽ ഒന്നിലും ഒരു നടപടിയും ഉണ്ടാകാതെ വെറുതെ അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതെല്ലാം തന്നെ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാരയാണെന്നും പ്രത്യേകിച്ച് പിണറായി വിജയനും നരേന്ദ്രമോദിയും കൈപിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ കോൺഗ്രസ് അത് ആയുധമാക്കുമ്പോൾ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ, ആ വിമർശനം യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തുന്നത് നരേന്ദ്രമോദിയാണെന്നും നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താനാണ് ഈ വിമർശനം നടത്തുന്നത് എന്നുമുള്ള രീതിയിലെ വ്യാഖ്യാനങ്ങളിലേക്ക് അത് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി വിജയൻ എന്നൊരു സാഹചര്യം കേരളത്തിൽ വ്യക്തിപരമായി ഉണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതല്ല. അത് അനുപേക്ഷണീയമാണ് കേട്ടോ, രാഷ്ട്രീയമായ അനുപേക്ഷണീയമാണ്. കാരണം CPM-ന്റെ രാഷ്ട്രീയം പറയേണ്ടി വരും, അത് ആന്റി കോൺഗ്രസ് ആണ് കേരളത്തിൽ. കോൺഗ്രസിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം പറയേണ്ടി വരും, അത് ആന്റി CPM ആണ് കേരളത്തിൽ. അത് സ്വാഭാവികമാണ്. പക്ഷേ അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അത് മറ്റൊരു ശത്രുവിന് എന്താ പറയുക, ഈ മുട്ടനാടുകൾ ഇടിക്കുമ്പോൾ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന കുറുക്കൻ്റെ പാഠം പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ, അത് കേരളത്തിൽ മാത്രമല്ല ദേശീയമായി കൂടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2019 VS അച്യുതാനന്ദൻ അമൂൽ പുത്രൻ എന്ന് വിളിച്ചത് ഉടനെ തന്നെ നാഷണൽ മീഡിയ ചർച്ചയാക്കി. ആ 2019 തെരഞ്ഞെടുപ്പിൽ പപ്പു എന്നൊരു വാക്ക് BJP നേതൃത്വം ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ സമയത്താണ് അടിക്കാൻ ഒരു വടി കൊണ്ട് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയത്. അതേ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കണമെന്ന് മാത്രവുമല്ല, നമ്മൾ ഈ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുമല്ലോ, അപ്പോൾ പറയാം, രാജസ്ഥാനിൽ ഇന്ന് ഈ പറയുന്ന രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ബീഹാറിലും ഒക്കെ ഇന്ന് കോൺഗ്രസിൻ്റെയും CPM-ന്റെയും കൊടി ഒരുമിച്ച് കെട്ടി പ്രചാരണം നടത്തി വോട്ട് ചോദിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ആ രണ്ട് പാർട്ടികളുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ തമ്മിൽ ഈ തരത്തിലുള്ള വ്യക്തിപരമായ വാക്പോരുണ്ടായത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ശരി, ഒന്നാം ഘട്ടം ഗതി നിർണ്ണയിക്കുമെന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പോൾ 102 മണ്ഡലങ്ങളിലേക്കാണ്, അതിനിർണായകമാണ് BJP സംബന്ധിച്ചായാലും NDA സംബന്ധിച്ചായാലും അതോടൊപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചായാലും. തമിഴ്നാട്ടിൽ 39, രാജസ്ഥാനിലെ 25, 18 UP-യിലെ 8 മണ്ഡലങ്ങൾ, പശ്ചിമബംഗാളിൽ 42-ൽ 3 അരുണാചൽ മേഘാലയ എന്നിവിടങ്ങളിൽ 2 വീതം സീറ്റിലേക്ക്, അസം മഹാരാഷ്ട്ര 5, ബീഹാറിൽ 4 മധ്യപ്രദേശിൽ 6 ഉത്തരാഖണ്ഡിലും 8 ഇവിടെയാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും അനുകൂലവും പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ നിൽക്കുന്നു. BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രതിച്ഛായ പ്രശ്നമാണ്. അപ്പുറത്ത് കോൺഗ്രസിന് അതൊരു
ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ പരമാവധി പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിച്ചിട്ടുള്ള പോരാട്ടമാണ്. ഇതിപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്ന തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത ഒരു കാലത്തിലേക്ക് പോകുന്നു എന്ന ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ തമ്മിൽ ശരിയല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നത്. അത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാകുന്നു, രാഹുൽ ഗാന്ധി ആകുന്നു, അപ്പുറത്ത് പിണറായി വിജയനാകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ ഇതാണ്. വാചകങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ, പരിഹാസരൂപേണ ഇന്നലത്തെ പ്രതികരണത്തിന് തുടർച്ചയായാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇടവരുത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പഴയ പേര് എന്താണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പഴയ പേര് VS ഉന്നയിച്ചിരുന്ന അമൂൽ ബേബി എന്നതായിരിക്കില്ല എന്നുള്ള തന്നെയാണ് കോൺഗ്രസും കാണുന്നത്. പപ്പു എന്ന വിളി, അതാണല്ലോ ഒരു പരിഹാസം കുറച്ചുകൂടി കൂടുതലുള്ളത്. അപ്പോൾ ആ പേര് നേരത്തെയും CPM പ്രയോഗിച്ച സാഹചര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പപ്പു വിളിയോടുകൂടി തന്നെ ഒരു മുഖപ്രസംഗം ദേശാഭിമാനിയിൽ വന്നിരുന്നു. പിന്നീട് അത് പിഴവാണ് എന്ന് കണ്ടുകൊണ്ട് അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രതികരണം ദേശാഭിമാനി നടത്തിയിരുന്നു. അപ്പോൾ പാർട്ടി തന്നെ ആ വിളി ശരിയല്ല എന്ന വിലയിരുത്തലേക്ക് വരികയും ആ പേര് BJP സ്ഥിരമായി ഉന്നയിച്ചിരുന്ന ആ പേര് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വീണ്ടും പിണറായി വിജയൻ ഇങ്ങോട്ട് എടുത്ത് പറയുമ്പോൾ, പേര് പറഞ്ഞിട്ടില്ല എങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താണ് അതുകൊണ്ട് വ്യക്തമാക്കുന്നത്? ഇതിപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, ദേശീയ തലത്തിലും പിണറായി വിജയനും രാഹുൽ വേഴ്സസ് പിണറായി വിജയൻ എന്ന രൂപത്തിലേക്ക് എന്ന ചർച്ചകൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ആ ചർച്ചയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളും 2021 19 ഇവിടെ വന്ന് പ്രചാരണം നടത്തുന്ന ഘട്ടത്തിലൊന്നും തന്നെ പിണറായി വിജയനെയോ ഇടത് സർക്കാരിനെയോ ആ രൂപത്തിൽ വിമർശിച്ചിട്ടില്ല. ദേശീയ തലത്തിലെ കാര്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ ഇടവന്നത്, അദ്ദേഹത്തിന് ചിലപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം ഇവിടുത്തെ നേതാക്കൾ ആ തരത്തിൽ വിശദീകരിച്ചുകൊണ്ട് അതിൽ പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷേ അത് തിരിച്ചടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. CPM അതിനെ വേറെ രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിക്കുക എന്നുള്ളത് രണ്ടു കൂട്ടരും ആലോചിക്കേണ്ടതാണ്. ഇനി കൃത്യം 6 ദിവസമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഇപ്പോൾ 6 ദിവസത്തിനിടയ്ക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ഈ ഒന്നാം ഘട്ടം എത്രത്തോളം നിർണായകമാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത്. അതിനിടയ്ക്കാണ് രാഹുലും പിണറായിയും തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ മാറുന്നു, വാക്പോരിലേക്ക് മാറുന്നു, അതിൻ്റെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിയെ CPM വിമർശിക്കുമോ എന്നൊരു ചോദ്യവും പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഈ പ്രത്യേക ഘട്ടത്തിൽ, ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ DMKയുടെ പിന്തുണയോടുകൂടിയാണ് തമിഴ്നാട്ടിൽ ഇന്ന് മത്സരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് രാജസ്ഥാനിലെ സീക്കാറിൽ CPM മത്സരിക്കുന്നു, കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ്. അപ്പോൾ ആ പിന്തുണ അവിടെ ആവശ്യവുമാണ്. പുറത്ത് രാഹുലിനെ ആ രൂപത്തിൽ CPM പറയുകയുമില്ല. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ BJP സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആ പ്രയോഗത്തിലേക്ക് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുകയാണ്. BJP പോലും ഇപ്പോൾ ഉപേക്ഷിച്ച ആ പ്രയോഗത്തിലേക്ക് പിണറായി വിജയൻ വരികയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അപ്പുറത്ത് BJPക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? ദേശീയ തലത്തിൽ അത് രാഹുൽ ഗാന്ധിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ദേശീയ തലത്തിൽ CPMനും അതിന് തർക്കമുണ്ടാകില്ല. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര, അത് രണ്ടാം ഘട്ടം നടന്ന യാത്ര, ആ യാത്രയിൽ എങ്ങനെയാണ് അദ്ദേഹം കടന്നുപോയതെന്നും ഇവിടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയും ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയും ഏതൊക്കെ രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. BJP ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വേട്ട നടത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം നമുക്കറിയാം. ഓരോ സംസ്ഥാനങ്ങളിലും കേസുകൾ കൊടുത്തുകൊണ്ട് പാർലമെൻറ്റ് അംഗത്വം ത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടികൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തന്നെയുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 76 കാര്യങ്ങളൊക്കെ അടിയന്തരാവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, അതായത് ജയിലിലേക്ക് പോകാൻ ഇപ്പോഴത്തെ CPM നേതാവ് ജയിലിലേക്ക് പോകില്ല, BJPയുടെ പിന്തുണയുള്ളതുകൊണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ ചെയ്ത കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ജയിലിൽ കിടന്ന കാര്യം ഇവിടെ പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നു. അടിയന്തരാവസ്ഥ കാലം ഇപ്പോൾ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ്. അപ്പോൾ ആ രൂപത്തിൽ ചർച്ച കൊണ്ടുപോകേണ്ടതിന് പകരം വേറൊരു രൂപത്തിലേക്ക്, ആരാണ് എതിരാളി എന്ന് മറന്നുകൊണ്ടുള്ള രൂപത്തിലേക്ക് ചർച്ചകൾ പോകുന്നത്, ഒരു പ്രസംഗം പോകുന്നതൊക്കെ അപകടകരമാണ്. ഏതായാലും ഇനി 6 ദിവസമേ ബാക്കിയുള്ളൂ. ഇതിലൊരു മാറ്റം വരുത്തുമോ രണ്ടു കൂട്ടരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സുജയ.
രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി വിജയൻ ആ ചർച്ച ഇന്നും തുടരുകയാണ്. നമ്മൾ ഇന്നലെ വിശദമായി തന്നെ സംസാരിച്ചതാണ് ആ വിഷയത്തിൽ. ഇന്ന് വീണ്ടും പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് ഇന്നത്തെ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത്. അല്ലെങ്കിൽ മറുപടി കൊടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ ഗാന്ധി അത് ഒഴിവാക്കുകയായിരുന്നെങ്കിൽ ഈ വിഷയത്തിന് പകരം മറ്റെന്തൊക്കെ വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ ചോദിച്ചു വാങ്ങിയ അല്ലെങ്കിൽ ഇരന്ന് വാങ്ങിയ പ്രഹരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമ്മൂമ്മ കിടത്തിയിട്ട് പേടിച്ചിട്ടില്ല, പിന്നെയാണ് കൊച്ചുമോൻ എന്ന ലൈനാണ് ഇന്ന് പിണറായി വിജയൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാക്പോർ അങ്ങനെ തുടരുക തന്നെ ചെയ്യും. നമ്മൾ ഇപ്പോൾ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 102 സീറ്റുകൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. 102 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 543-ൽ ഏകദേശം 1/5 സീറ്റുകളും വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള 6 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയാകണം. ജൂൺ 4-ന് വോട്ടെണ്ണലിലേക്ക് എത്തുമ്പോൾ ആരാണ് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള വളരെ ഡിസിസീവായിട്ടുള്ള ഒരു ജനവിധിയുടെ തുടക്കം നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരേ മുന്നണിയിൽ നിൽക്കേണ്ട ആളുകൾ കേരളത്തിൽ പോരടിക്കുന്നത് നമ്മൾ കാണുന്നത്. ഞാൻ മുൻപും പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി എക്സിസ്റ്റ് ചെയ്യുന്നു. ബംഗാളിൽ മമതാ ബാനർജിയുടെ പിടിവാശി കൊണ്ട് ആ സഖ്യം നടപ്പായില്ലെന്ന് വരാം. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ പരസ്പരമുള്ള ഈ വാക്പോര് ഒഴിവാക്കാമായിരുന്നു. ഒരു മുന്നണിയായിട്ട് അവരങ്ങ് മത്സരിക്കുകയായിരുന്നെങ്കിൽ. എന്തായാലും അത് നടക്കില്ല. ഒന്നിച്ച് മത്സരിക്കില്ല. BJP ഒന്നിച്ചെതിർക്കില്ല, വെവ്വേറെ എതിർക്കും. എന്നിട്ട് പുറത്ത് പോയിട്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് BJPയുടെ നേതാക്കളും ഒക്കെ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തെ സാഹചര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ പറയുന്നത് കേരളത്തിൽ ഗുസ്തിയും ദില്ലിയിൽ ദോസ്തിയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നായാലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്നായാലും വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലേക്ക്, അതായത് BJP സെറ്റ് ചെയ്ത നറേറ്റീവിലേക്ക് ചെന്ന് വീണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ നിന്ന് തിരിച്ചു കയറുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇനിയുള്ള 6 ദിവസങ്ങളിലും ഇതേ ചൊല്ലി രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പ്രതികരണങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ BJP ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്ന ഒരു സൂചന നൽകുന്നതാണ് അവർ ഫോക്കസ് ചെയ്യുന്ന 5 മണ്ഡലങ്ങളിലെയും ഉയർന്ന പോളിംഗ് ശതമാനം. 39 സീറ്റുകളും ഒറ്റഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദ്രാവിഡ പാർട്ടികളായ DMKയും അണ്ണാ DMKയും ഒക്കെ ഉഴുതുമറിച്ചിട്ട മണ്ണാണ്. അവിടെ ഏത് രീതിയിൽ കടന്നു കയറാൻ കഴിയും? പ്രത്യേകിച്ചും അണ്ണാ DMK ഇപ്പോൾ ക്ഷീണിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത മുതലാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിക്കെതിരെ അവിടെ NDA കടന്നു കയറാൻ നോക്കുന്നത്. ഇന്ന് NDAയിലും ഇന്ത്യ മുന്നണിയിലുമുള്ള പാർട്ടികൾ 2019-ൽ നേടിയ, ബാക്കി കേരളത്തിലെ രാഹുൽ ഗാന്ധി ഫൈറ്റ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക്, അതായത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാമെന്ന് കരുതുന്നു. NDAയിലും ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികൾ 2019-ൽ നേടിയ സീറ്റുകൾ, അതിൻ്റെ കണക്ക് കുറച്ച് കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ ഈ സഖ്യം അത് വെച്ച് നോക്കുമ്പോൾ 2019-ൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളെല്ലാം ചേർന്ന് നേടിയത് ഈ 102-ൽ 48 സീറ്റുകളാണ്. NDAയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NDAയും അതേ കണക്കാണ്. ഇപ്പോൾ NDAയിലുള്ള എല്ലാ കക്ഷികളും ചേർന്ന് നേടിയിരിക്കുന്നത് 48 സീറ്റുകളാണ്. 48 വീതം, 2 പാർട്ടികൾ 48 വീതം. BSPക്ക് 3 സീറ്റുകളുണ്ട്. BSP 2 മുന്നണിയുടെയും ഭാഗമല്ല. അണ്ണാ DMKക്ക് 1 സീറ്റുണ്ട്. അണ്ണാ DMKയും ഒരു മുന്നണിയുടെയും ഭാഗമല്ല. ശിവസേനയുടെ ഭിന്നിക്കുന്നതിന് മുൻപത്തെ ഘടകം പ്രീ സ്പ്ലിറ്റ്, ശിവസേനയ്ക്ക് 1 സീറ്റുണ്ട്. NCPയുടെ ഭിന്നിക്കുന്നതിന് മുൻപത്തെ ഘടകത്തിന് 1 സീറ്റുണ്ട്. അങ്ങനെയാണ് ആ പൊസിഷൻ നിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ പോളിംഗ് ശതമാനം, അന്നത്തെ വോട്ട് വിഹിതമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. ആ വോട്ട് വിഹിതം മറികടക്കാൻ NDAക്ക് കഴിയുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ സീറ്റ് എണ്ണം കൂടാൻ പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. 41.7% ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും ചേർന്നുകൊണ്ട്, ഇപ്പോഴുള്ള എല്ലാ കക്ഷികൾക്കും ചേർന്നുകൊണ്ട് 2019-ലെ വോട്ട് വിഹിതം അത് അതേപടി ഇൻടാക്റ്റായിട്ട് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ സീറ്റ് ഉയർത്താൻ കഴിയും. പക്ഷേ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പാർട്ടികൾ കണക്ക് ഒരു 51, 48, BSP 3 അങ്ങനെയാണ് കേട്ടോ. അണ്ണാ DMK എവിടെയാണ് അപ്പോൾ? അണ്ണാ DMK NDAയുടെ കൂട്ടത്തിലാണ്. അണ്ണാ DMK ഇപ്പോൾ NDAയുടെ ഭാഗത്തില്ല. അണ്ണാ DMK പുറത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശിവസേന പ്രീ സ്പ്ലിറ്റും NCP പ്രീ സ്പ്ലിറ്റും പുറത്ത് നിൽക്കുന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി പാർട്ടി കണക്ക് നോക്കാം. നമ്മളിപ്പോൾ മുന്നണി കണക്കിൽ ഈ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് പാർട്ടി കണക്ക് വെച്ച് നോക്കാം. പാർട്ടിയുടെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 102 സീറ്റുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 12 സംസ്ഥാനങ്ങളിലായി BJPക്ക് കൈവശമുള്ളത് 40 സീറ്റുകളാണ്. കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് 8 സംസ്ഥാനങ്ങളിലായി 15 സീറ്റുകൾ. DMKയുടെ കൈവശം 24 സീറ്റുകൾ. അങ്ങനെയാണ് പാർട്ടി പൊസിഷൻ നിൽക്കുന്നത്. അപ്പോൾ ഫേസ് 1-ൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ
നേടാൻ സാധ്യതയുള്ളത് ഏത് പാർട്ടിയാണ് എന്നുള്ളതും വളരെ കൗതുകമുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അതിൽ BSP ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ഈ ഒന്നാം ഘട്ടത്തിൽ മത്സരിക്കാൻ നിർത്തിയിരിക്കുന്നത്. 86 സ്ഥാനാർത്ഥികളെ BSP നിർത്തിയിട്ടുണ്ട്. അത് ജയിക്കാനാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. BSPക്ക് ജയം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ BSP ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത BSP അടർത്തി മാറ്റാൻ പോകുന്ന വോട്ടുകൾ അത് ആരുടെ തോൽവി ഉറപ്പാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ മുന്നണിയുടെ തകർച്ചയിലേക്ക് നയിക്കാൻ പോകുന്നത് പുറത്തുനിന്ന് കളിക്കുന്ന BSP ആയിരിക്കും. പുറത്തുനിന്ന് കളിക്കുന്ന BSPയുടെ കൈവശം ഇപ്പോൾ 3 സീറ്റുകളുണ്ട്. അത് 5 വരെ ഒന്നാം ഘട്ടത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 7 വരെ പോകാം. അപ്പോൾ BSP ഈ 86 സീറ്റുകളിൽ മത്സരിക്കുന്നത് അത് NDAക്ക് BJPക്ക് ഗുണമാകുന്ന ഒരു സാഹചര്യമാണ് ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. BJP നേരിട്ട് മത്സരിക്കുന്നത് 77 സീറ്റുകളിലാണ്. 77 സീറ്റുകളിലും വിജയം എന്ന ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൽ പരമാവധി സാധ്യതയുള്ളത് 50 to 60 എന്നുള്ള സീറ്റ് കണക്കാണ്. കോൺഗ്രസ് 56 സീറ്റിലാണ് മത്സരിക്കുന്നത്. 56ലും വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി മത്സരിക്കുന്ന കോൺഗ്രസിന് എവിടം വരെ പെർഫോം ചെയ്യാൻ കഴിയും, 56ൽ ഔട്ട് ഓഫ് 56 എത്ര നേടാൻ കഴിയും കോൺഗ്രസിന് എന്നുള്ളതാണ് അവർക്ക് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഉയരാൻ കഴിയുന്ന സീറ്റെണ്ണത്തിലേക്കെങ്കിലും എത്തണമെങ്കിൽ ഈ ഒന്നാം ഘട്ടത്തിലെ 56 സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യ ബ്ലോക്കിന് ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളാണ് ഈ 56 എണ്ണവും എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പിന്നെ സ്ത്രീകളെ മത്സര രംഗത്തിറക്കിയത് ഈ ആദ്യഘട്ടം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 102 സീറ്റിൽ സിറ്റിംഗ് എംപിമാരായിട്ടുള്ളത് ആകെ 10 സ്ത്രീകളാണ്. ഇത്തവണ 135 പേരെ രംഗത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ ഇന്ത്യ മുന്നണി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ജയസാധ്യതയുള്ള സീറ്റുകളിലാണോ? എത്ര പേർ ജയിച്ചു വരും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അതിൻ്റെയും ഫലം അറിയാൻ ഞാൻ ആകാംക്ഷയോടെ, ഈ ഒന്നാം ഘട്ടത്തിലെ ഫലം പ്രത്യേകമായി അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി തമിഴ്നാട്ടിലെ BJPയുടെ വളർച്ച അത് 2014 9.9% ഉണ്ടായിരുന്നപ്പോൾ 2 സീറ്റ് കിട്ടി. 2019 സീറ്റൊന്നുമില്ല. ഇത്തവണ 5 സീറ്റിനൊപ്പം തന്നെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വോട്ട് ഷെയറിലേക്ക് 20 മുതൽ 25% വരെയിലേക്ക് BJP എത്തുകയാണെങ്കിൽ അത് അവരുടെ വളർച്ച തന്നെയായിട്ട് വേണം നമ്മൾ കാണാൻ. അത് ഈ ഒന്നാം ഘട്ടത്തിൽ മുഴുവൻ സീറ്റുകളും വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ 39 സീറ്റുകളാണ്. അതിൽ ഈ 9.4% എന്ന കറന്റ് പോളിംഗ് പെർസെൻറ്റേജിൽ നിന്നും എത്ര കണ്ട് BJP വളരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അഭിമാന പ്രശ്നമാണ്. BJPക്ക് മാത്രമല്ല DMKക്കും DMKക്കും ദ്രാവിഡ ഊർജ്ജം ഊറ്റം കൊള്ളുന്ന അവർക്ക് അവരുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത്, അതുകൂടി ഞാൻ പറയാം, ഇന്ത്യ ബ്ലോക്ക് അതായത് DMK ഉൾപ്പെടുന്ന, കോൺഗ്രസ് ഉൾപ്പെടുന്ന, CPIM ഉം CPI ഉം എല്ലാവരും ഉൾപ്പെടുന്ന അവിയലിന്റെ കൈവശം ഇപ്പോഴുള്ളത് 56.2% വോട്ട് വിഹിതവും 38 സീറ്റുകളുമാണ്. അതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞാൽ പോലും, കാരണം എന്ന് പറഞ്ഞാൽ ആടെണ്ണം കൂട്ടി വലിയ ഒരു ജാഥ നയിച്ചാണ് മത്സരിക്കുന്നത്. ആ ജാഥയ്ക്ക് നേരെ 4 പാർട്ടികൾ മാത്രമുള്ള NDA ആണ് മറുഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ജാഥ ജയിക്കുമോ, 4 പേരുള്ള NDA ജയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ 9.4% നിന്ന് 15% എത്തിയാൽ പോലും അത് BJPക്ക് തമിഴ്നാട്ടിൽ നേട്ടമാണ്, അണ്ണാമലയ്ക്ക് നേട്ടമാണ്. ഉത്തരാഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസ് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. ആദ്യഘട്ടത്തിൽ 5 സീറ്റിലും ഉത്തരാഖണ്ഡിൽ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു. 2014 55.9% അത് 2019 61.7% ഉയർത്തിയ BJPക്ക് 5 സീറ്റും ഇൻടാക്റ്റായി അവിടെയുണ്ട്. ആ 5 സീറ്റിൽ ഒന്ന് പോലും പോകില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് അവിടെയുള്ള നിലവിലെ വോട്ട് ഷെയർ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ്. ഡിക്ലൈൻ ആണ് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിന്. അതുകൊണ്ട് ഉത്തരാഖണ്ഡിലേക്ക് നോക്കുകയേ വേണ്ട എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ കാര്യം. നോർത്ത് ഈസ്റ്റ് നമുക്ക് മൊത്തത്തിലെടുക്കാം. നോർത്ത് ഈസ്റ്റിലാകെ 15 സീറ്റുകളാണ്. അസം 5, മണിപ്പൂർ 2, അരുണാചൽ മേഘാലയ 2 വീതം, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര 1. അപ്പോൾ ആ 15 സീറ്റിലെ കണക്ക് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 2014 NDAക്ക് 8 ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് 6, മറ്റുള്ളവർ 1. അങ്ങനെയാണ് ഇന്ത്യ ബ്ലോക്കിലെ ഇപ്പോഴത്തെ കക്ഷികളെ ചേർത്താണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. അപ്പോൾ 2014 8, 6, 1 ആ രീതിയിലായിരുന്നെങ്കിൽ 2019 ആകുമ്പോൾ അത് 13, 2, 0 എന്ന രീതിയിലാകുന്നു. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിന് നോർത്ത് ഈസ്റ്റിൽ നിന്ന് സെക്യൂർ ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത് 0ആണ്. കാരണം അവരിപ്പോൾ സാധ്യത കൽപ്പിക്കുന്ന 2 സീറ്റിലും BJP ഏറെ ഇതിൽ പ്രകടനത്തിൽ മുന്നിൽ പോയിരിക്കുകയാണ്. രാജസ്ഥാൻ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാജസ്ഥാനിൽ 12 സീറ്റുകളിൽ 25-ൽ 12 അതും BJPയുടെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ RLP എന്ന കക്ഷിയുമായി ചേർന്ന് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 12-ൽ 12ഉം ഈ ഒന്നാം ഘട്ടത്തിൽ BJPക്ക് പിടിക്കാൻ കഴിയും. അപ്പോൾ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രോ BJP ഘട്ടമാണ്, പ്രോ NDA ഘട്ടമാണ്. ഒന്നാം ഘട്ടം ഗതി നിർണ്ണയിക്കും. ആ ഗതി പോയി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ പിന്നാലെയാണ്, NDA മുന്നണിയുടെ പിന്നാലെയാണ്. ആദ്യഘട്ടത്തിൽ ഇന്ത്യ ബ്ലോക്കിന്റെ പെർഫോമൻസ് തമിഴ്നാട്ടിൽ മാത്രമായി ഒരു ലിമിറ്റഡ് പെർഫോമൻസായി ഒതുങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. 2019 ഒരു നേട്ടം ഉണ്ടാക്കാതിരുന്ന രാജസ്ഥാനിൽ എല്ലാ സ്ഥലത്തും മത്സരിക്കാൻ കോൺഗ്രസ് ഇന്ത്യ മുന്നണി തയ്യാറായിട്ടുണ്ടെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇന്ന് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ പ്രസംഗം വന്നിരിക്കുന്നത്. ഇന്ത്യ സഖ്യം ബംഗാളിൽ ഉണ്ടാക്കിയത് ഞാനാണ്,
കോൺഗ്രസിന് വോട്ട് ചെയ്ത വോട്ട് പാഴാക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ദിവസം നടത്തിയിരിക്കുന്ന പ്രതികരണമാണ്. നോക്കൂ, ഇതിനകത്ത് ഇപ്പോൾ സുജയ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒന്നാം ഘട്ടം ഒരു പ്രോ NDA ആണ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടമാണ് ഒന്നാം ഘട്ടം. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഏറ്റവും പ്രധാനമായി വെസ്റ്റേൺ UP ഇന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടുണ്ട്. വെസ്റ്റേൺ UP എന്ന് പറഞ്ഞാൽ 8 സീറ്റുകളാണ് അവിടെ ഉള്ളത്. മുസാഫർ നഗർ, സരാൻപൂർ, ബിജ്നോർ, കൈരാന, നാഗിന, രാംപൂർ, പീലിഭിത്ത്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 8 കോൺസ്റ്റിറ്റ്യുവൻസികൾ വെസ്റ്റേൺ UPയിലുണ്ട്. ഈ വെസ്റ്റേൺ UPയിൽ ഏപ്രിൽ 7-ാം തീയതി ഈ മാസം 7-ാം തീയതി ഒരു വളരെ പ്രധാനപ്പെട്ട മഹാപഞ്ചായത്ത് നടന്നു. ആ മഹാപഞ്ചായത്ത് വിളിച്ചുകൂട്ടിയത് രാജ്പുത് സമുദായക്കാരാണ്. രാജ്പുത് സമുദായക്കാർ ആ മഹാപഞ്ചായത്ത് വിളിച്ചുകൂട്ടിയിട്ട് ആഹ്വാനം ചെയ്തത് ബോയ്ക്കോട്ട് BJP എന്നാണ്. മുസാഫർ നഗർ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ് ഈ വെസ്റ്റേൺ UP. വെസ്റ്റേൺ UPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് നമുക്കറിയുന്നത് പോലെ മുസ്ലിം വോട്ട് ബാങ്കാണ്. അവിടെയാണ് 2013 വലിയ കലാപം ഉണ്ടാവുകയും ആ കലാപത്തിൻ്റെ നേട്ടം UPയിലുടനീളം BJP കൊയ്യുകയും ചെയ്തത്. ഈ മുസാഫർ നഗറും സഹറാൻപൂറും അടക്കമുള്ള ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ വളരെ നിർണായകമായ മറ്റൊരു വോട്ട് ബാങ്കാണ് ഈ രാജ്പുത്തുകൾ പരസ്യമായി ഈ മാസം 7-ാം തീയതി മഹാപഞ്ചായത്ത് വിളിച്ച് BJPയെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം ജനറൽ VK സിംഗിന് സീറ്റ് കൊടുത്തിട്ടില്ല അവിടെ. അതിൻ്റെ ഭാഗമായി രാജ്പുത്തുകൾ, അതുപോലെ തന്നെ ത്യാഗികൾ, സൈനീസ്, കശ്യപുകൾ, ഇവരൊക്കെ തന്നെയും വലിയ രീതിയിൽ BJPയായിട്ട് വിയോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് 8 പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഇന്ന് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സുജയ പറഞ്ഞൊരു ഫാക്ടറുണ്ട്, അവിടെ BSP മത്സരിക്കുന്നുണ്ട്. BSP അവിടെ എല്ലായിടത്തും മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJPക്ക് അവിടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ട്സ് BSP ഭിന്നിപ്പിച്ചാൽ ഈ പറയുന്ന രാജ്പുത്തുകളുടെ ആ പ്രതിഷേധത്തെ മറികടക്കാൻ BJPക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം, അവിടുത്തെ മുസ്ലിങ്ങൾ ഇക്കുറി അങ്ങനെ BSPയുടെ ഈ ചതിക്കുഴിയിൽ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ എൻ ബ്ലോക്കായിട്ട് മുസ്ലിംസ് ഇന്ത്യ ബ്ലോക്കിന് തന്നെ വോട്ട് ചെയ്യുകയാണ് എങ്കിൽ രാജ്പുത്തിൻ്റെ ഈ പ്രതിഷേധം കൂടി വന്നാൽ വെസ്റ്റേൺ UP ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. ഇനി വെസ്റ്റേൺ UPയിലെ ഈ രാജ്പുത്തിൻ്റെ പ്രതിഷേധം അവിടെ മാത്രമായി നിൽക്കുന്നില്ലെന്നേ. രാജ്പുത്ത് ഏറ്റവും വലിയ വോട്ട് ബാങ്കായ മറ്റൊരു സംസ്ഥാനത്ത് 12 സീറ്റുകളിൽ നിന്ന് മത്സരം നടന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ 12 സീറ്റുകളിൽ ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞ രാഷ്ട്രീയ ലോക്ദൾ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം അവരോടൊപ്പം ആയിരുന്നൊരു സീറ്റുണ്ട് അവർക്ക്. ആ പാർട്ടി ഇപ്രാവശ്യം ആരുടെ കൂടെയാണ്? ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ്. ഭാരതീയ ആദിവാസി പാർട്ടി ആരോടൊപ്പമാണ്? ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ്. CPM, CPI അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ ആരോടൊപ്പമാണ്? ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ എന്താ അവിടെ കണ്ടത്? ഒറ്റയ്ക്കാണ് കോൺഗ്രസ് മത്സരിച്ചത്. എന്നിട്ട് 25 സീറ്റിലും തോറ്റു. ഇപ്രാവശ്യം മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് എന്ന് മാത്രവുമല്ല, അവിടെ വസുന്ധര രാജേ സിന്ധ്യ എന്താ ചെയ്യുന്നത്? വസുന്ധര രാജേ സിന്ധ്യ ഈ പ്രചരണത്തിൽ ഇറങ്ങിയിട്ടില്ല. വസുന്ധര രാജേ സിന്ധ്യ ഒരു ചെറിയ ആളല്ല രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ. അതുമാത്രവുമല്ല, BJPയുടെ ദേശീയ നേതൃത്വം മാത്രമാണ് രാജസ്ഥാനിലെ കാര്യങ്ങൾ തീരുമാനിച്ചെന്നൊരു പ്രതിഷേധം ആ പാർട്ടിയിൽ അവിടെയുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിയെയും അവിടുത്തെ പാർട്ടി പ്രസിഡന്റിനെയും നോക്കുകുത്തിയാക്കിയിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് അവിടെ കാൻഡിഡേറ്റിനെ തീരുമാനിച്ചിട്ടുള്ളത്. അതിനകത്ത് ചില പ്രതിഷേധങ്ങളുണ്ടെന്ന് മാത്രവുമല്ല, ഈ സച്ചിൻ പൈലറ്റ് വരുന്ന ഗുജ്ജർ വിഭാഗം, അതുപോലെ തന്നെ മീണ വിഭാഗം, ഈ വിഭാഗങ്ങളിലും ഒരു എതിർപ്പ് BJPയോട് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, 2018 തൂത്തുവാരിയാണ്. 2018 വലിയ വിജയമാണ് കോൺഗ്രസിനുണ്ടായത്. പക്ഷേ 2019 എന്താ സംഭവിച്ചത്? BJP അവിടെ തൂത്തുവാരി. 2024 ഇപ്രാവശ്യം BJP അവിടെ വിജയിച്ചു. 23 അവിടെ BJP വിജയിച്ചു, സംസ്ഥാന സർക്കാർ പിടിച്ചു. 2024 സ്ഥിതി രാജസ്ഥാനിലും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ഈ പറയുന്ന BJPയെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഫസ്റ്റ് ഫേസ് നിർണായകമാകുന്നത്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം 50 സീറ്റ് പിന്നെ ഒന്നാം ഘട്ടത്തിൽ BJPക്ക് UPക്ക് കിട്ടിയതിൽ 39 സീറ്റിൽ 38 സീറ്റും DMK പിടിച്ചതുകൊണ്ടാണ് ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നാൽ കോൺഗ്രസ് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ മോശപ്പെട്ട പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അവർക്ക് ആകപ്പാടെ 52 സീറ്റല്ലേ ഇപ്പോഴും ഉള്ളൂ. എന്നാൽ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ വെസ്റ്റേൺ UP ഒരു പ്രശ്നമാണ്, രാജസ്ഥാനിലൊരു പ്രശ്നമുണ്ട്, മഹാരാഷ്ട്രയിലും ബീഹാറിലും പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ചെറിയ കാര്യമല്ല. മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇന്ത്യ ബ്ലോക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് BJPയുടെ ആഭ്യന്തര സർവേ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഒന്നാം ഘട്ടം യഥാർത്ഥത്തിൽ നിർണായകമായിരിക്കുന്നത് BJPക്കാണ്. കാരണം BJP 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അത് മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസ് 2019 ബാഡ് പെർഫോമൻസിൻ്റെ അപ്പുറത്തേക്ക് കടക്കുകയും BJPയുടെ പല സീറ്റുകളിലും വിജയിച്ചു വരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി പറയാം കേട്ടോ, ഈ പിലിഭത്ത് കൂടിയുണ്ട് കേട്ടോ. പിലിഭിറ്റ് എന്ന് പറയുന്ന മണ്ഡലം, അതായത് വെസ്റ്റേൺ UPയിലെ 8 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പിലിഭിറ്റാണ്. അതെന്താണ് ആ പിലിഭിറ്റിൻ്റെ പ്രത്യേകത? പിലിഭിറ്റ് എന്ന് പറയുന്നത് മനേകാ ഗാന്ധി സ്വതന്ത്രയായും ജനതാദളിൻ്റെ ഭാഗമായും മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പിന്നീട് അവർ BJPയിൽ ചേർന്നു. BJPയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഈ മനേകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി ആയിരുന്നു പിന്നീട് പിലിഭിറ്റിൽ നിന്നുള്ള MP. ഇവരെ രണ്ടുപേരും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ മത്സരിക്കുന്നത് BJPയുടെ ആരാന്നറിയോ? ജിതിൻ പ്രസാദയാണ്. അപ്പം
ആ അർത്ഥത്തിൽ ഈ പറയുന്ന വെസ്റ്റേൺ യു പിയിലെ 8 സീറ്റ് വളരെ പ്രധാനമാണ്. അവിടെ BJP വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്, പ്രത്യേകിച്ച് സാമുദായികമായിട്ട്. അതേ സമുദായം തന്നെ രാജസ്ഥാനിൽ BJPക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ബീഹാറിലും BJP വിചാരിക്കുന്ന രീതിയിൽ ഇക്കുറി പെർഫോം ചെയ്യില്ല എന്ന് BJPക്ക് ഉറപ്പുണ്ട്. ഈ അർത്ഥത്തിൽ ഒന്നാം ഘട്ടം പ്രോ NDA അല്ല, അത് ഞാൻ പ്രോ UPA ആണെന്ന് പറയുന്നില്ല, അത് വലിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. BJP വിചാരിക്കുന്ന ഒരു നേട്ടം ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ 4 സംസ്ഥാനങ്ങളില്ല. എവിടെയൊക്കെയാ? ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ശരി, നല്ല ശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലായിടത്തും മത്സരിക്കുക എന്നുള്ളതിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒന്നാം ഘട്ടം ഗതി നിർണ്ണയിക്കുമോ എന്ന ചോദ്യത്തിന് ഗതി നിർണ്ണയിക്കുമെന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. മീറ്റ് എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.